വെൽക്കം ടു NCERT +1 ആൻഡ് +2 ഫിസിക്സ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പ്രോബ്ലംസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. 5 പ്രോബ്ലംസ് ചെയ്തു. അപ്പോൾ നമുക്ക് ബാക്കി പ്രോബ്ലംസ് നോക്കാം. സോ സി ദിസ് ഇസ് നെക്സ്റ്റ് പ്രോബ്ലം. ഫൈൻഡ് ദ കമ്പോണൻസ് along find the components along the xy z axis of angular momentum of a particle. So ഒരു പാർട്ടിക്കിളിന്റെ ആംഗുലർ മൊമെന്റം along x-axis എന്ന് പറയുന്ന LX, y-axisലുള്ള LY, z-axisലുള്ള LZ. അപ്പൊ നമുക്ക് ഈ കമ്പോണന്റ് LX എന്താണ്, LY എന്താണ്, LZ എന്താണ്, ഇത് കണ്ടുപിടിക്കണം. ഓഫ് എ പാർട്ടിക്കിൾ whose position vector is R. അപ്പൊ ആ പാർട്ടിക്കിളിന്റെ പൊസിഷൻ വെക്ടർ നമുക്ക് തന്നിട്ടുണ്ട് R with components x, y and z. That is x along I cap, y along j cap and z along k cap. And momentum is P with components Px, Py and Pz. Momentum components നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? Lx, Ly, Pz. And also you have to show that if the particle moves only in the xy plane, particle xy plane മാത്രം മൂവ് ചെയ്യുകയാണെങ്കിൽ ആംഗുലർ മൊമെന്റത്തിന് z കമ്പോണന്റ് മാത്രമേ ഉള്ളൂ. ഇത്രയും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവരും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എക്സും വൈ സെഡും കാണാമല്ലോ. സോ വാട്ട് ഇസ് എൽ? എൽ ഈസ് ആർ ക്രോസ് പി അല്ലെ, ആർ ക്രോസ് പി. അപ്പൊ ഇത് കണ്ടുപിടിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബോക്സ് പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നത്. അന്നത്തെ ഒന്നുകൂടെയും കൂടെ ഞാനിവിടെ പറയാം, ബിക്കോസ് നിങ്ങൾ മെട്രിക്സ് നിങ്ങൾ സെക്കൻഡ് ഇയറിലെ പഠിക്കുള്ളൂ. ഫെമിലിയർ ഇല്ലാത്ത ഒന്നുകൂടെയും കൂടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം. അപ്പൊ ആർ ക്രോസ് പി എടുക്കുമ്പോൾ ആ യൂണിറ്റ് വെക്ടേഴ്സ്, ഈ ആർ ക്രോസ് പിയിലെ യൂണിറ്റ് വെക്ടേഴ്സ് എന്ന് പറയുന്നത് ഐ ജെ കെ, CI-J-K. സോ അത് നമ്മൾ ആദ്യത്തെ റോയില് എഴുതുക, I-J-K. ഇനി ഐയുടെ താഴെ എക്സ് കമ്പോണന്റ്, ജെയുടെ താഴെ വൈ കമ്പോണന്റ്, കെയുടെ താഴെ സെഡ് കമ്പോണന്റ്. ഇതാണ് എഴുതുന്നത്. അപ്പം ആർ ക്രോസ് പിയിൽ ഫസ്റ്റ് വരുന്ന ആറാണ്. സോ ഫസ്റ്റ് റോയില് ആറിന്റെ കമ്പോണൻസ് എഴുതുക, ദാറ്റ് ഈസ് എക്സ്, വൈ, സെഡ്. പി രണ്ടാമത് വരുന്നോണ്ട് Px, Py, Pz അതിന്റെ കമ്പോണന്റ് എഴുതുക. ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യും? ഇനി ഇതിൽ നിന്ന് നിങ്ങൾക്ക് I-J-K കമ്പോണൻസ് കിട്ടും. അപ്പൊ എപ്പോഴും ഇങ്ങനെയാണ്. ഫസ്റ്റ് I, നെക്സ്റ്റ് വരുന്ന സാധനം മൈനസ് കൊണ്ടാണ് വരിക, നെക്സ്റ്റ് വരുന്ന സാധനം പ്ലസ് കെ, ഇങ്ങനെയാണ് നമ്മൾ എഴുതുക. അതും അറിയാം. സോ ദാറ്റ് ഇസ് ഫസ്റ്റ് I ഇൻറ്റു പൈ ഉള്ള റോയും കോളം നോക്കുക. I is in the first row and ഫസ്റ്റ് കോളം. ഇവിടെയാണ് I സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും നമ്മളൊന്ന് ഇതിൻ്റെ അകത്ത് നിന്ന് മാറ്റുകയാണെങ്കിൽ ബാക്കി കിട്ടുന്നത് എന്താണ്? ദാറ്റ് ഇസ് I is in the first row and ഫസ്റ്റ് കോളം. അത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് Y, Z, Py, Pz ആണ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐയുടെ ബ്രാക്കറ്റ് നമ്മൾ Y ഇൻറ്റു Pz മൈനസ് Z ഇൻറ്റു Py, ഇങ്ങനെയാണ് എഴുതുക. Y ഇൻറ്റു Pz മൈനസ് Z ഇൻറ്റു Py. ഓക്കെ, ഇനി അടുത്ത കമ്പോണന്റ് എഴുതുമ്പോൾ മൈനസ് ജെ എന്ന് എഴുതുക. എന്നിട്ട് നോക്കുക, J is in the first row and second column അല്ലെ. J is in the first row and second column. That means ഫസ്റ്റ് റോയും സെക്കൻഡ് കോളവും മറിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? X, Z, Px, Pz. സോ ഇവിടെ X ഇൻറ്റു Pz മൈനസ് Z ഇൻറ്റു Px, X ഇൻറ്റു Pz മൈനസ് Z ഇൻറ്റു Px. എപ്പോഴും നമുക്കിത് വെരിഫൈ ചെയ്യാം. പൈ കമ്പോണന്റ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് പിന്നെ എക്സ് വരില്ല, വൈയും സെഡും ആണ്. എപ്പോഴും ഈ ഓർഡർ ഓർത്തിരുന്നാൽ നല്ലതാണ്. I-J-K എന്നാണെങ്കിൽ അത് എക്സ് കമ്പോണ്ട്, അത് വൈ കമ്പോണ്ട്, സെഡ് കമ്പോണ്ട്. അപ്പം ലീനിയർ മൊമെന്റത്തിനെ, ഈ ആംഗുലർ മൊമെന്റത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്കിപ്പോ ഈ സെഡ് എന്ന് പറയുന്നത് ഈ ഇങ്ങനെ ബോക്സ് പ്രോഡക്റ്റ് ഇല്ലാതെ തന്നെ കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? നെക്സ്റ്റ് വരുന്ന ആള് പ്ലസ് കെ ക്യാപ്പ് ആണല്ലോ, പ്ലസ് കെ ക്യാപ്പ് ഇൻറ്റു ഇത് സെഡ് ആയതുകൊണ്ട്, എലോങ് സെഡ് ആയതുകൊണ്ട് ഇതിന്റെ അകത്ത് സെഡ് വരില്ല. ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ വരുന്ന സാധനത്തിൽ സെഡ് ഉണ്ടാവില്ല. ഇപ്പൊ കെ കഴിഞ്ഞ് വരുന്ന പിന്നെ എന്താണ്? ഐ ആണ്. ദാറ്റ് ഇസ് ഐയുടെ കമ്പോണ്ട്. ഇപ്പം ഐ എന്ന് പറയുന്നത് എക്സിന്റെ കമ്പോണ്ട് ഫസ്റ്റ് എഴുതുക. സോ മൊമെന്റം സെഡിന്റെ ആവും മൈനസ്, ഇനി ഈ സെഡ് ആദ്യം വരും, മൊമെന്റം ഓഫ് എക്സ്. അപ്പൊ അതിനെയാണോ നമുക്ക് വെരിഫൈ ചെയ്യാം. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം എക്സ് ആകുമ്പോഴത്തേക്കും ഐ എന്ന് പറയുന്നത് എന്താണ്? എലോങ് എക്സ് ആണ്. അപ്പം ഐ കഴിഞ്ഞാൽ പിന്നെ വരുന്ന ആൾ ജെ ആണ്. സോ ഇയർ ജെയുടെ കമ്പോണ്ട് വന്ന് വൈ ഇൻറ്റു മൊമെന്റം ഓഫ് സെഡ് മൈനസ് സെഡ് ഇൻറ്റു മൊമെന്റം ഓഫ് വൈ.
ഇത് തന്നെയാണ് ഇങ്ങനെ നമുക്ക് എഴുതാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ അതായത് നമ്മൾ കെ ബോക്സ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കാല്ലേ, ഇപ്പൊ ബോക്സ് പ്രോഡക്റ്റ് വെച്ച് നോക്കാം. കെ എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് റോയും തേർഡ് കോളവുമാണ്. കെ ഈസ് ദ ഫസ്റ്റ് റോ ആൻഡ് തേർഡ് കോളം. സോ എന്ത് ചെയ്യാം? ഫസ്റ്റ് റോയും തേർഡ് കോളം എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടുന്ന എക്സ് വൈ പി എക്സ് പി വൈ. സോ ദാറ്റ് ഇസ് എക്സ് പി വൈ മൈനസ് വൈ പി വൈ. Oh, sorry, here, no, sorry. 1 second. ഞാൻ പറഞ്ഞത് ഒന്ന് എഴുതിയത് മറ്റൊന്നായി പോയിട്ട്. ഇതിൻ്റെ അകത്ത് സെഡിന്റെ കമ്പൗണ്ട് വരില്ലല്ലോ. ഓക്കെ, സോ കെ കഴിഞ്ഞാൽ കിട്ടുന്ന എന്താണ്? ഐയും ജെയുമാണ്. അപ്പൊ അത് രണ്ടോ വരിക. ഐയുടെ കമ്പൗണ്ട് എക്സ് ഫസ്റ്റ് വരും, പിന്നെ വൈയുടെ പി വൈ മൈനസ് വൈ പി എക്സ് ഇങ്ങനെയാണ് വരിക. സോറി കേട്ടോ, എനിക്ക് തെറ്റുപറ്റിപ്പോയാണ്. അതായത് ചുരുക്കം പറഞ്ഞാൽ നമുക്കിപ്പോ എൽ എക്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? എക്സ് കമ്പോണന്റ് ആകുമ്പോൾ, ആംഗിൾ എക്സ് കമ്പോണന്റ് ആകുമ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ ഓർഡർ എന്ന് പറഞ്ഞാൽ എക്സ് വൈ സെഡ് ഓർഡർ ആണ്. സോ ഇവിടെ എക്സ് വരുമ്പോൾ വൈ ദി മൊമെന്റം ഓഫ് സെഡ് മൈനസ് തിരിച്ചു വരും, അത് സെഡ് ഇൻറ്റു മൊമെന്റം ഓഫ് വൈ. ഇപ്പം എൽ വൈ ആണെങ്കിൽ ദാറ്റ് മീൻസ് ഫസ്റ്റ് വരുന്നത് വൈ കഴിഞ്ഞാൽ പിന്നെ വരുന്ന സെഡ് ആണ്. സോ സെഡ് അത് കഴിഞ്ഞ് വരുന്ന എക്സ് ആണ്. സോ മൊമെന്റം അലോങ് എക്സ് മൈനസ് തിരിച്ചിടുക എക്സ് ഇൻറ്റു പി സെഡ്. പിന്നെ എൽ സെഡ് ആണെങ്കിൽ സോ സെഡ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന എക്സ് മൊമെന്റം ഓഫ് വൈ മൈനസ് ഇത് തിരിച്ചിടുക വൈ പി എക്സ്. ഓക്കെ, സി ഇവിടെ എന്താണ്? ഇത് തന്നെയാണ് നമ്മളിങ്ങനെ ബോക്സ് പ്രോഡക്റ്റിലൂടെയും കണ്ടുപിടിച്ചത്. അപ്പൊ ഇങ്ങനെ വെച്ച് നമുക്ക് വെരിഫൈ ചെയ്യും കറക്റ്റ് ആണെന്ന്. സി മൈനസ് നമ്മൾ ഉള്ളിലേക്ക് കൊണ്ടുപോയി. കാര്യം ഐയുടെയും ജെയുടെയും കെയുടെയും കൂടെ വരുന്ന കമ്പോണന്റ് ആണ് എന്ത്? അതിന്റെ കമ്പൗണ്ട് എന്ന് പറയും. അപ്പൊ ഇവിടെ മൈനസ് ജെ ആണ്, നമുക്ക് വേണ്ട പ്ലസ് ജെയിൽ വരുന്ന കമ്പൗണ്ട് ആണ്. അതുകൊണ്ട് നമ്മൾ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സെഡ് പി എക്സ് പോസിറ്റീവ് ആണ്. ഇൻ ദാറ്റ് കേസ് നമുക്ക് പ്ലസ് ജെ പുറത്തെടുക്കാം. അതുകൊണ്ടാണ് ഇതിനെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. Okay, I hope that is understood. And if the particle moves only in the xy plane, see, the particle xy plane ലാണ് മൂവ് ചെയ്യാന്ന് വിചാരിക്കുക. xy plane ലാണ് particle മൂവ് ചെയ്യാൻ മീൻസ് ഇതിന്റെ സെഡ് കമ്പോണൻസ് എല്ലാം സീറോ. സെഡ് സീറോ ആണ്, മൊമെന്റം ഓഫ് സെഡ് ലോങ് സെഡും സീറോ ആണ്, സെഡും പി സെഡും സീറോ ആണ്. അപ്പം സെഡ് സീറോ ആണെന്ന് പറഞ്ഞാൽ എന്താ? ഈ കമ്പൗണ്ട് സീറോ ആണ്, ഈ കമ്പൗണ്ട് സീറോ ആണ്. ഇനി പി സെഡ് സീറോ ആണെന്ന് പറയുമ്പോൾ ഈ കമ്പൗണ്ട് സീറോ ആവും, ഈ കമ്പൗണ്ടും സീറോ ആവും. That means ചുരുക്കം പറഞ്ഞാൽ എന്താ? എൽ എക്സും സീറോ, എൽ വൈയും സീറോ. ബിക്കോസ് എൽ സെഡിന്റെ അകത്ത് നമുക്ക് സെഡ് കമ്പൗണ്ട് ഒന്നുമില്ലതുകൊണ്ട് അത് എക്സിസ്റ്റ് ചെയ്യും. ദാറ്റ് ഇസ് എൽ സെഡ് ഈക്വൽ ടു എക്സ് പി വൈ മൈനസ് വൈ പി എക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇറ്റ് ഇസ് ഇൻ ദ എക്സ് വൈ പ്ലെയിൻ. സോ പാർട്ടിക്കിൾ എക്സ് വൈ പ്ലെയിനിലാണെങ്കിൽ ആംഗുലർ മൊമെന്റം ഓഫ് ദ പാർട്ടിക്കിൾ വിൽ ബി അലോങ് ദ സെഡ് ഡയറക്ഷൻ. അതിവിടെ നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ, so that is the problem. In the next problem, two particles, each of mass m and speed v, travel in opposite direction along parallel lines separated by a distance t. So, two distance ഉണ്ട്, അല്ല രണ്ട് lines ഉണ്ട്, that is separated by a distance d. ഈ ഒരു distance ആണ് d. അപ്പോൾ രണ്ട് particles, അതിന്റെ രണ്ടിന്റെ mass same ആണ്, വെലോസിറ്റിയും സെയിം ആണ്. സോ വെലോസിറ്റി സെയിം ആണെങ്കിൽ ഈ പാർട്ടിക്കിൾ ഇവിടെ ആണെങ്കിൽ അടുത്ത പാർട്ടിക്കിൾ ഇവിടെ ആയിരിക്കും. സോ ലെറ്റ് us നെയിം ദീസ് പാർട്ടിക്കിൾസ് as പാർട്ടിക്കിൾ എ ആൻഡ് പാർട്ടിക്കിൾ ബി. സോ ഒരെണ്ണത്തിന്റെ വെലോസിറ്റി, ഒരെണ്ണം ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്, വെലോസിറ്റി ഡയറക്ഷൻ. സോ അടുത്തത് പക്ഷെ ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പം സോറി കേട്ടോ, ഇങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്. അപ്പം അറ്റ് സം പർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ഈ പാർട്ടിക്കിൾ ഇവിടെ വന്നപ്പം ഈ പാർട്ടിക്കിൾ അത് അങ്ങനെയല്ല, സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് ആയിട്ട് വിചാരിച്ചാൽ മതി. ഇറ്റ് സ്റ്റാർട്ടിങ് ഫ്രം ഹിയർ, ദിസ് ഇസ് സ്റ്റാർട്ടിങ് ഫ്രം ഹിയർ. സോ നല്ല നമുക്ക് ഈ പ്രോബ്ലത്തിന് ഏറ്റവും നല്ലത് ഇത് ഒരേപോലെ കിടക്കുന്നത് കൊണ്ടാണ് കേട്ടോ. സോ ലെറ്റ് സിസ്റ്റം t is equal to 0 അത് ഇവിടെയാണെന്ന് വിചാരിക്കാം. എന്നിട്ട് ഇങ്ങോട്ട് ഒരെണ്ണം ഇങ്ങോട്ട് പോകുന്നു, ഒരെണ്ണം ഇങ്ങോട്ട് പോകാൻ തുടങ്ങി. ഓക്കെ, show that the vector angular momentum of the two particle system is the same whatever be the point about which the angular momentum is taken. ഇതെന്ന് പറഞ്ഞ ഒരു ജനറൽ റൂൾ ആണ്. There is a vector angular momentum of any particle system is the same whatever be the point about which the angular momentum is taken. Angular momentum ഏത് പോയിന്റിൽ നിന്ന് എടുത്താലും ആ ആംഗുലർ മൊമെന്റം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഏത് പോയിന്റിൽ നിന്ന് എടുത്താലും അത് സെയിം ആയിരിക്കും. ഓക്കെ, അപ്പൊ അത് മെഷർ ചെയ്യാൻ വേണ്ടി ഇവിടെ നമുക്ക് ദിസ് ഇസ് എ ടു പാർട്ടിക്കിൾ സിസ്റ്റം.
two particle systems. So what is the angular momentum? Total angular momentum is the sum of the individual angular momentum. ഇവിടെ രണ്ട് പാർട്ടിക്കിൾ ഉണ്ട്. So I runs from 1 to 2. രണ്ട് പാർട്ടിക്കിൾ ആണുള്ളത്. അതിന്റെ ഓരോന്നിന്റെ സെപ്പറേറ്റ് ആംഗുലർ മൊമെന്റത്തിന്റെ എന്താണ് summation ആണ് total angular momentum. And what is the angular momentum of each particle? Angular momentum of each particle is mass into that velocity into distance between the particle and axis about which it is calculated. ഏത് ആക്സിസിൽ നിന്നാണോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതും ആ പാർട്ടിക്കിളും തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, ആ ഒരു ഡിസ്റ്റൻസ് ഇതുമാണ് നമ്മുടെ അല്ലേ. സോ നമുക്കൊരു കാര്യം ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ആംഗുലർ മൊമെന്റം ഓഫ് ദ ടു പാർട്ടിക്കിൾ സിസ്റ്റം എബൌട്ട് എ നോക്കാം. എ എന്ന് പറഞ്ഞ പോയിന്റ്, അപ്പം ഇവിടെ നിന്ന് ഞാൻ ആംഗുലർ മൊമെന്റം മെഷർ ചെയ്യാന്നിരിക്കാം. അപ്പൊ ഫസ്റ്റ് പാർട്ടിക്കിളിന്റെ എന്താണ് എടുക്കുമ്പോൾ മാസ് ഇൻറ്റു അത് ഫസ്റ്റ് പാർട്ടിക്കിൾ, ഇത് ഇവിടുന്ന് തന്നെ മെഷർ ചെയ്യാണ് വിത്ത് റെസ്പെക്ട് ടു എ. ഓക്കെ, അപ്പം എയുടെ അവിടെ തന്നെയാണ് നമ്മുടെ പാർട്ടിക്കിൾ ഉള്ളത്, അവിടെ നിന്ന് തന്നെ മെഷർ ചെയ്യും. സോ മാസ് ഇൻറ്റു വെലോസിറ്റി ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ ആക്സിസ്. നമ്മൾ എ എന്ന് പറയുമ്പോൾ ഞാൻ ഈ എ എന്ന് പറയുന്ന പോയിന്റ് എന്ന് പറയുമ്പോൾ എന്താണ് ഈ ആക്സിസിൽ തന്നെയാണ് പാർട്ടിക്കിൾ ഇരിക്കുന്നത്. അപ്പം എയും തമ്മിലുള്ള ഡിസ്റ്റൻസ് 0 അല്ലേ. സോ 0 പ്ലസ് ഇനി നമുക്ക് സെക്കൻഡ് പാർട്ടിക്കിളിന്റെ നോക്കാം. സോ സെക്കൻഡ് പാർട്ടിക്കിളുമായിട്ടുള്ള ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഡി. സോ mass into velocity into d. So this is mvd. ഇനി angular momentum of this two particle system about b ആണെന്ന് വിചാരിക്കാം. b ആണെങ്കിൽ എന്താണ് വിചാരിക്കുക, ഇതാണെങ്കിൽ ഈ ആക്സിസിൽ തന്നെയുള്ള അതിന്റെ ഡിസ്റ്റൻസ് mv into 0. ഇനി with respect to this one, that means mvd. So ഇതും mvd. നമുക്ക് ഇടയ്ക്ക് ഒരു പോയിന്റ് എടുക്കാം. ഇടയ്ക്ക് എന്ന് പറയുമ്പോഴത്തേക്കും സപ്പോസ് ഇവിടെ ഞാനൊരു പോയിന്റ് എടുക്കാന്ന് വിചാരിക്കാം. ഇവിടെയാണ് ഒരു പോയിന്റ് സി. സോ ലെറ്റ് ഇവിടുന്ന് ഇവിടം വരെയുള്ള ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എക്സ് ആണെന്ന് വിചാരിക്കാം. ദെൻ ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡി മൈനസ് എക്സ്. സോ ആംഗുലർ മൊമെന്റം എബൌട്ട് സി എന്ന് പറയുന്നത് എന്താണ്, ഈ പോയിന്റില്. അപ്പം വിത്ത് റെസ്പെക്ട് ടു എ അബൌട്ട് സി, എയുടെ കാര്യം വരുമ്പോൾ എം വി ഇൻറ്റു എ എന്ന് പറയുന്ന ഇതും സി എന്ന് പറഞ്ഞ പോയിന്റും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എക്സ് ആണ്. പ്ലസ് ഇനി ബി വിത്ത് റെസ്പെക്ട് ടു ബി ആണെങ്കിൽ അബൌട്ട് പോയിന്റ് സി എം ബി ഇൻറ്റു സിയുമായിട്ടുള്ള ഡിയുടെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഡി മൈനസ് എക്സ്. സോ ഡി മൈനസ് എക്സ്. Okay. So നമുക്ക് ഇതിന് എന്ത് ചെയ്യാം, എം വി എക്സ് പ്ലസ് അകത്തേക്ക് മൾട്ടിപ്ലൈ അല്ല, എം വി ഡി മൈനസ് എം വി എക്സ്. സോ ദിസ് ഇസ് എന്താണ്, ഇതും ക്യാൻസൽ ചെയ്ത് പോയിട്ട് എന്ത് വരും, എം വി ഡി തന്നെ വരും. ഓക്കെ, ഇവിടെ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ഓർക്കണം കേട്ടോ. ഈ എൽ ഈക്വൽ ടു 1 to ആർ ഐ ക്രോസ് വി ഐ. സോ ആർ ഐ ക്രോസ് എം ഐ വി ഐ. അപ്പം നമ്മൾ എപ്പോഴും പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് എടുക്കുക. This sign is angle between R and P is 90 degree. That's why it become MBD. Okay, ശ്രദ്ധിക്കണം. സോ ഇവിടെ നോക്കുക, എല്ലാത്തിലും MBD തന്നെ വന്നു. That means it does angular momentum doesn't depend upon the point which it is taken. Okay, hence we prove that. നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. ഇവിടെ നോക്കാം, a non-uniform bar of weight W is suspended at rest by two strings of negligible weight as shown in the figure. ഇവിടെ കണ്ടു ഒരു ബാർ, നോൺ യൂണിഫോം ബാർ ഓഫ് വെയിറ്റ് W എന്ന് പറയുന്നത് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇതൊരു സ്ട്രിങ്, ഇത് മറ്റൊരു സ്ട്രിങ്, അതുമായിട്ട് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അത് വെച്ച് ഈ ഒരു ബാർ ഇവിടെ തൂക്കിയിട്ടിരിക്കുകയാണ്. The angle made by the strings with the vertical R. ഈ വെർട്ടിക്കലുമായിട്ട് ഈ സ്ട്രിങ് വെക്കുന്ന ഈ ആംഗിൾ നോക്കി, ഇത് 36.9, ഇത് 53.1. ഇത് O അല്ല, ദിസ് ഇസ് ഡിഗ്രി. ഓക്കെ, ഡിഗ്രി. ആൻഡ് ദ ബാർ ഇസ് 2 meter ലോങ്. ഈ ഒരു
ബാറിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 2 മീറ്റർ ലോങ് ആണ്. കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് ഡി ഓഫ് ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ ബാർ ഫ്രം ഇറ്റ്സ് ലെഫ്റ്റ് എൻഡ്. അപ്പം സപ്പോസ് ഈ ഡി എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസ്, ഇത്രയും ഡിസ്റ്റൻസ് ആണ് ഡി എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അവിടെയാണ് ഇതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എങ്കിൽ ഈ ഡി എത്രയാണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഈ ഡി കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഇതിന്റെ ഇക്വിലിബ്രിയത്തിനെ എല്ലാം കൂടി ഇൻവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ ഈ ഡബ്ല്യു എന്ന് പറഞ്ഞ ഫോഴ്സ് താഴേക്ക് വരുമ്പോൾ എന്താണ്, നമ്മൾ ടെൻഷൻ ഇവിടെ ബാലൻസ് ചെയ്യാനായിട്ട് സ്ട്രിങ്ങിന്റെ ഇവിടെ ഇങ്ങോട്ട് മേലോട്ടുള്ള ഫോഴ്സ് ആയിരിക്കും ടെൻഷൻ. ഇവിടെ മറ്റൊരു സ്ട്രിങ് ഉണ്ട്, അതിന്റെ മറ്റൊരു ആംഗിളിലും മറ്റൊരു വെയിറ്റ് ആയിരിക്കും അതും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ ഒരു ടെൻഷന് T2 എന്നും കൊടുക്കാന്ന് വിചാരിക്കാം. സോ ഈ ടെൻഷൻ എന്ന് പറയുന്ന ഒരു ഹൊറിസോണ്ടൽ കമ്പോണന്റിന്റെയും ഒരു വെർട്ടിക്കൽ കമ്പോണന്റിന്റെയും റിസൾട്ടന്റ് ആയിരിക്കുമല്ലോ ഈ T1. സോ ഇതാണ് ഹൊറിസോണ്ടൽ വെർട്ടിക്കലും ഇത് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ ഓക്കെ, സോ അതുപോലെ ഈ T2 എന്ന് പറയുന്നതും ഇറ്റ് വിൽ ബി എ റിസൾട്ടന്റ് ഓഫ് സം horizontal vertical and one horizontal component. See this, if this is 36.9, obviously ഈ ആംഗിളും 36.9 ആയിരിക്കും. അതുപോലെ തന്നെ ഇത് 53.1 ആണെങ്കിൽ ഇതും 53.1 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, സോ നമ്മുടെ ഈ ആംഗിളിന്റെ അടുത്ത് കിടക്കുന്ന ആ ഒരു കമ്പോണന്റ് ആയിരിക്കും എപ്പോഴും കോസ് കമ്പോണന്റ്. ദാറ്റ് മീൻസ് ഇതും റെസ്പെക്റ്റീവ് കോസ് കമ്പോണന്റ് ആയിരിക്കും. ഇത് T1 cos 36.9 ഇത് T2 cos 53.1 ആൻഡ് ആംഗിളിന്റെ അവേ കിടക്കുന്നതായിരിക്കും എപ്പോഴും സൈൻ കമ്പോണന്റ്. ദാറ്റ് ഇസ് ദിസ് ഇസ് ദ സൈൻ കമ്പോണന്റ്. T2 sin 53.1 T2 sin 36.9. അപ്പൊ നമുക്കറിയാം ഹൊറിസോണ്ടൽ ഇക്വിലിബ്രിയത്തിന്, അതായത് ഈ ഒരു വെയിറ്റ് ഇങ്ങനെ ഇവിടെ കിടക്കണമെന്നുണ്ടെങ്കിൽ ഈ T2 sin 36.9 T2 sin 53.1 ബാലൻസ് ചെയ്യണം. ഓക്കെ, ദിസ് ഇസ് ഫോർ ഹൊറിസോണ്ടൽ ഇക്വിലിബ്രിയം. ഫോർ ഹൊറിസോണ്ടൽ ഇക്വിലിബ്രിയം എന്ത് വേണം, T1 sin 36.9 സോറി T1 ദിസ് ഇസ് T1. ഓക്കെ, സോറി, ദിസ് ഇസ് T1. ഇത് T1ന്റെ സൈൻ കമ്പോണന്റ് അല്ലേ. ആൻഡ് T2 sin 53.1 ഈക്വൽ ആയിരിക്കും. സോ ഇതിനാൽ നമുക്ക് T1 by T2 കണ്ടുപിടിക്കാമല്ലോ. T1 by T2 means sin 53.1 divided by sin 36.9. ഇത് ഈ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങളുടെ കാൽക്കുലേറ്റർ ഇത് തന്നിരിക്കുന്ന എന്താണ്, ഈ 36.9 53.1 ഡിഗ്രിയിലാണ് തന്നിരിക്കുന്നത്. അപ്പൊ കാൽക്കുലേറ്ററിൽ ഡിഗ്രി മോഡലാണോ റാഡ് മോഡലാണോ നോക്കുക. റാഡ് മോഡലിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ വേറെ ആയിരിക്കും വരിക, ബിക്കോസ് നമുക്ക് തന്നിരിക്കുന്ന ഡിഗ്രിയാണ്. അപ്പം ഡിഗ്രിയിൽ തന്നെ ഇട്ട് ചെയ്യുക. നിങ്ങളുടെ കാൽക്കുലേറ്റർ റാഡിലാണ് കിടക്കുന്നതെങ്കിൽ ഈ 53.1നെയും 36.9 ഒക്കെ റാഡിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അതിൽ ചെയ്യാം. അല്ലെങ്കിൽ ഡിഗ്രി മോഡലാണെന്ന് ഉറപ്പുവരുത്തുക. ഡിഗ്രി മോഡലാകുമ്പോഴേ നമുക്ക് ആൻസേഴ്സ് കിട്ടുള്ളൂ. ഓക്കെ, ദിസ് വിൽ ബി കമ്മിങ് അറൌണ്ട് ഇങ്ങനെ വരും ചെയ്യുവാണെങ്കിൽ. ദാറ്റ് മീൻസ് അറൌണ്ട് 1.33 എന്നൊരു ആൻസർ കിട്ടും T1 by T2. ഓക്കെ, നമ്മൾ ഡിഗ്രി മോഡാണെന്ന് ഉറപ്പുവരുത്തുക, എന്നിട്ട് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു പോയിന്റിനെ, അതായത് ഈ ഡി എന്ന് പറഞ്ഞ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞ പോയിന്റ് സി ആണെന്ന് വിചാരിക്കാം. അതിന്റെ അവിടെയുള്ള റൊട്ടേഷണൽ ഇക്വിലിബ്രിയം നമ്മൾ നോക്കാം. റൊട്ടേഷണൽ ഇക്വിലിബ്രിയത്തിലും ആയിരിക്കുമല്ലോ ഒബ്വിയസ്ലി സിസ്റ്റം. സസ്പെൻഡഡ്, W സസ്പെൻഡഡ്, റെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഇൻ മെക്കാനിക്കൽ ഇക്വിലിബ്രിയം. അതിന് ട്രാൻസ്ലേഷണലും റൊട്ടേഷണൽ ആയിട്ട് ഇക്വിലിബ്രിയം ഉണ്ട്. സോ ഇറ്റ് ഷുഡ് ബി ഇൻ റൊട്ടേഷണൽ ഇക്വിലിബ്രിയം ആസ് വെൽ. റൊട്ടേഷണൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ നമ്മൾ മൊമെന്റ് ഓഫ് ഫോഴ്സ് അബൌട്ട് സി കണ്ടുപിടിക്കണം. ഓക്കെ, അബൌട്ട് സി നമുക്കിവിടെ രണ്ട് ഫോഴ്സ് ആണുള്ളത്. ഒരു T1 cos θ1 ഉണ്ട്, T2 cos θ2 ഉണ്ട്. ഇതിന്റെ രണ്ടിന്റെയും മൊമെന്റ് ഓഫ് ഫോഴ്സ് കണ്ടുപിടിക്കണം. അപ്പൊ ഫസ്റ്റ് എന്താണ് മൊമെന്റ് ഓഫ് ഫോഴ്സ് മീൻസ് ഫോഴ്സ് ഇൻടു ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ മതി, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. സോ അബൌട്ട് സി എന്ന് പറഞ്ഞ പോയിന്റ്, അപ്പൊ സിയും ഈ പോയിന്റും തമ്മിലുള്ള ഫസ്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് T1 cos 36.9 ഇൻടു ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നതാണ് D, which is equal to എന്താണ് ഇവിടെയുള്ള ഫോഴ്സ് T2 cos 53.1 ഇൻറ്റു ആ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ മൊത്തം ഇത് TU ആണ്. ഇവിടെ വരെയുള്ള D ആയതുകൊണ്ട് ഈ ഇത്രയും വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി D മൈനസ് 2 മൈനസ് T. Okay, this is 2 minus
D. So this is 2 minus D. So നമുക്ക് ഇവിടെ cos 36.9 cos 53.1 വാല്യൂ ഇട്ട് കൊടുക്കാം. അങ്ങനെ അതിന്റെ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും T1 into 0.7997 D എന്ന് വരുന്നത്. T2 into ഇതെന്ന് പറയുന്നത് 0.6004 എന്ന് വരും into 2 minus D. അപ്പോൾ ഇത് നോക്കിക്കേ, ഇത് നമുക്ക് ഈ 0.6004 കൊണ്ട് 2 മൈനസിനെ സെപ്പറേറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ദിസ് വുഡ് ബി 1.2008 T2 minus T2 into 0.6004 D എന്ന് വരും. ഓക്കെ, സി T1 by T2 എന്ന് പറയുന്നത് എന്താണ്? 1.33 ആണ്. T1 by T2 എന്ന് പറയുന്നത് 1.33 ആണ്. which implies T1 എന്ന് പറയുന്നത് 1.33, T2 ആണ്. അപ്പം ഇവിടെ T1 വരുന്നിടത്ത് ഇവിടെ T1 ഉണ്ട്, അതിന് വരെ നമുക്ക് 1.33 T2 എന്ന് കൊടുക്കാം. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അത് T2 മാത്രം വന്ന പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. സോ 1.33 T2 into 0.7997 D is equal to 1.2008 T2 minus T2 into 0.6004 D. So ഇനി 1.33 into ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 1.063 T2 into D, which is equal to 1.2008 T2 minus T2 D into 0.6004. Okay. T2D into കൊടുക്കാം. അപ്പോൾ എളുപ്പം. ഇനി നോക്കുക, ഇവിടെയും T2D ഉണ്ട്, ഇവിടെയും T2D ഉണ്ട്. അപ്പൊ ഇതിനെ ഇങ്ങോട്ട് പോകുമ്പോൾ ഇത് പ്ലസ് ആവും. 1.063 plus 0.6004. That means this will become 1.6634 T2D is equal to 1.2008 T2. ഇവിടെ ഉണ്ട് T2. So ഇവിടെ T2 and T2 cancel ചെയ്യും. That means D എന്ന് പറയുന്നത് 1.2008 divided by 1.6634. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 0.72 meters എന്ന് കിട്ടും. So that means D is 0.72 meter. നമ്മൾ D എന്ന് പറയുന്നത് 0.72 meter. അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം നോക്കുക. Find the moment of inertia of a sphere about a tangent to the sphere, given the moment of inertia of the sphere about any of its diameters is to be 2 mr. This is 2 mr square by 5. Okay, where m is the mass of the sphere and r is the radius of the sphere. അപ്പൊ നമുക്കിപ്പം അതാണ് ആദ്യത്തെ ചോദ്യം. ദാറ്റ് മീൻസ് ഇതാണ് നമ്മുടെ സ്ഫിയർ എങ്കിൽ about a tangent to the sphere ആണ് ചോദിച്ചിട്ടുള്ളത്. ഇതിപ്പോ ടാൻജന്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ഇതിന് ഏറ്റവും ഇങ്ങനെ ടാൻജന്റ് വരയ്ക്കുന്നത് ഇപ്പൊ അടുത്ത പ്രോബ്ലം വരുന്നത് നമുക്ക് കൺഫ്യൂഷൻ. സോ കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യാൻ കാര്യം. ഇപ്പം ടാൻജന്റ് ടു ദ സ്ഫിയർ എന്ന് പറഞ്ഞാൽ ഇതാണ് ടാൻജന്റ് എന്ന് വിചാരിക്കുക. ഈ ടാൻജന്റ് ടു ദ സ്ഫിയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് നമുക്ക് കണ്ടുപിടിക്കണം. വാട്ട് ഈസ് ദിസ് എന്നുള്ളത് കണ്ടുപിടിക്കണം. ആൻഡ് മൊമെന്റ് ഓഫ് സ്ഫിയർ അബൌട്ട് എനി ഓഫ് ഇറ്റ്സ് ഡയമീറ്റേഴ്സ്. ഇപ്പൊ ഏതെങ്കിലും ഡയമീറ്റേഴ്സിന് കുറുകെയുള്ള, അതായത് ഈ ഡയമീറ്ററിലൂടെ പാസ് ചെയ്യുന്ന ഈ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് 2 mr square by 5 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കണം. ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഈ ഐയും 2 mr square by 5 ഐ പ്രൈം അതും കൂടി പാരലൽ ആണെന്ന് നമുക്ക് അറിയാലോ. ഓക്കെ, അപ്പം എന്ത് ചെയ്താൽ മതി, നമ്മുടെ പാരലൽ ആക്സിസ് തിയറം നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ പാരലൽ ആക്സിസ് തിയറം എന്താ പറയുന്നത്? അക്കോർഡിംഗ് ടു പാരലൽ ആക്സിസ് തിയറം, moment of inertia about any axis is the sum of moment of inertia about the parallel axis passing through center of mass. Obviously, diameter ഇവിടെ കൂടെ pass ചെയ്യുന്ന it is passing through center of mass plus the product of mass and square of distance between the two parallel axes. That according to parallel axis theorem, I prime is ഈ center of mass ലൂടെ pass ചെയ്യുന്ന ഈ മൊമെന്റ്, അതിന്റെ ആ ഒരു ആക്സിസിന് ആ ഒരു moment of inertia plus എന്താണ് ഒരു product of mass and square of distance between the two parallel axes. ഇത് രണ്ടും പാരലൽ ആയതുകൊണ്ടാണ്. ആൻഡ് ദാറ്റ് ഈ പാരലൽ എന്ന് പറയുന്നത് സെന്റർ ഓഫ് മാസിലൂടെ പാസ് ചെയ്യുന്നുണ്ട് പാരലൽ ആക്സിസ് തിയറം അനുസരിച്ച്.
ഈ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് ഈ സെന്ററിലൂടെ പാസ് ചെയ്യുന്നതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ പ്ലസ് ഇതിന്റെ മാസ് ഇൻറ്റു ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഒബ്വിയസ്ലി ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ 6 ആയിരിക്കും, അതിന്റെ സ്ക്വയർ. സോ ദിസ് വിൽ ബിക്കം 7/5 mr square. Okay. So there is 7/5 mr square. ഇനി അടുത്ത ചോദ്യം നോക്കുക. Given the moment of inertia of a disk of mass n and radius about any of its diameters to be mr squared by 4. അപ്പം ഇവിടെ തന്നിരിക്കുന്ന ഒരു ഡിസ്കിന്റെ ഏതെങ്കിലും, ഇപ്പൊ ഡിസ്കിന്റെ ചിന്തിക്കുക, ഏതെങ്കിലും ഒരു ആക്സിസിലൂടെയുള്ള ആ ഡിസ്കിന്റെ എന്താ ഡയമീറ്റർ. സോ ഡയമീറ്റർ കുഡ് ബി ഇങ്ങനെ വരാം, അല്ലെങ്കിൽ ഇങ്ങനെ വരാം അല്ലെ. ഡയമീറ്റർ ഏതെങ്കിലും ഒരു ഡയമീറ്ററിലൂടെ പാസ് ചെയ്യുന്ന അതിന്റെ ആ ഒരു മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നതാണ് എന്ത്, mr²/4 ആണ് കേട്ടോ. അത് ദിസ് ആർ ഓൾ പാസിംഗ് ത്രൂ ഡയമീറ്റേഴ്സിലൂടെ പാസ് ചെയ്യുന്നത്. സി ഇതെന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് പെർപെൻഡിക്കുലർ, ഇറ്റ്സ് ജസ്റ്റ് ഡയമീറ്റർ. ഓക്കെ, അങ്ങനെയാണെന്ന് വിചാരിക്കുക. ഫൈൻഡ് ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ആൻ ആക്സിസ് നോർമൽ ടു ദ ഡിസ്ക് ആൻഡ് പാസിംഗ് ത്രൂ എ പോയിന്റ് ഓൺ ഇറ്റ്സ് എഡ്ജ്. അപ്പം ഇതിന്റെ തന്നെ it's what axis normal to the disk and passing through a point on its edge. ഡിസ്കിന് നോർമലും ആവണം. അപ്പൊ ഡിസ്ക് is, see, if you are considering this as xy plane, see the disk is lying in some xy plane. അപ്പം ഞാനിപ്പോ xy പ്ലെയിനിൽ ഈ ഒരു പ്രതലം തന്നെ എടുക്കണം, xy പ്ലെയിനിൽ കിടക്കുകയാണ്. അപ്പം അതിന് നോർമൽ ആണ്. സോ സി, ഇതിന് നോർമൽ എന്ന് പറഞ്ഞാൽ this should be എന്താണ്, ആക്ച്വലി നമുക്ക് അത് വരയ്ക്കാൻ എന്താ പറയാ, ഇത് XY പ്ലെയിനിലാണെങ്കിൽ നമ്മുടെ ഇപ്പം ഈ ഒരു പ്രതലം തന്നെ XY പ്ലെയിനായിട്ട് ചിന്തിക്കുവാണെങ്കിൽ ജസ്റ്റ് ഇമാജിൻ ദെൻ ഈ പേജിന്റെ ഉള്ളിലേക്ക് പോകുന്ന ആ ഒരു ആക്സിസ് ആയിരിക്കും Z ആക്സിസ്. അപ്പൊ അതിന് പെർപെൻഡിക്കുലർ ആവുകയും ടച്ചിങ് വൺ ഓഫ് ഇറ്റ്സ് എഡ്ജ് അങ്ങനെ ആയിരിക്കുന്ന ആ ഒരു ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ പാരലാക്സിസ് തിയറം അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് എന്താ കിട്ടേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മൊമെന്റ് ഓഫ് ഇനർഷ്യ നോർമൽ ടു ദ ഡിസ്ക് അറ്റ് ദ സെന്റർ കിട്ടണം. അത് ഇതുപോലെ തന്നെ ഇൻടു ദ പേജിൽ പോകുന്ന ഈ ആക്സിസ് അത് കിട്ടണം. നോർമൽ ടു ദ ഡിസ്ക് ത്രൂ സെന്റർ ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കിട്ടണം. അപ്പൊ അത് കിട്ടാൻ എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ പാരലാക്സിസ് തിയറം പിന്നെ അപ്ലൈ ചെയ്യാൻ എളുപ്പമാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, വി വോണ്ട് ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ ഡിസ്ക് അബൌട്ട് ആൻ ആക്സിസ് നോർമൽ ടു ദ ഡിസ്ക്. ഡിസ്കിന് നോർമൽ ആയിരിക്കണം പാസിംഗ് ത്രൂ ദ സെന്റർ. സോ ഇമാജിൻ ദിസ് ആക്സിസ് ആസ് പാസിംഗ് ഇൻ ടു ദ പേജ്, അങ്ങനെ വിചാരിക്കാം. ഇത് കിട്ടാൻ എന്താ ചെയ്യണ്ടേ, നമുക്കറിയാം അക്കോർഡിംഗ് ടു നമ്മുടെ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം ആദ്യം കൊടുക്കാം. അക്കോർഡിംഗ് ടു ദ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം എന്താ പറയുന്നത്, moment of inertia of any planar body about an axis perpendicular to the plane. അപ്പം ഈ ഡിസ്ക് ഒരു പ്ലെയിനിലാണെന്ന് വിചാരിക്കുകയാണെങ്കിൽ എന്താണ്, ഈ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമുക്കിപ്പം വേണ്ടത്. സോ അതാണ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം തരുന്നത്. ദാറ്റ് വിൽ ബി ഈക്വൽ ടു ദ സം ഓഫ് മൊമെന്റ് ഓഫ് ഇനർഷ്യ about any two perpendicular axis concurrent with the perpendicular axis and lying in the plane of the body നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഇതിന്റെ ഈ ഒരു ദിസ് ഇസ് എ പെർപെൻഡിക്കുലർ, ഈ ഒരു പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസിലാണല്ലോ വേണ്ടത്. അപ്പം ഇതിന് കൺകറന്റ് ആയിട്ടുള്ള അതിന്റെ പ്ലെയിനിന്റെ ഉള്ള ആ രണ്ട് പെർപെൻഡിക്കുലർ ആക്സിസിലൂടെയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ സമ്മേഷൻ ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്ന മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ആൻ ആക്സിസ് നോർമൽ ടു ദ പ്ലെയിൻ അക്കോർഡിംഗ് ടു പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. സോ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ ഡിസ്ക് നോർമൽ ടു the disk through center എന്ന് പറയുമ്പോൾ എന്താണ്, according to which is found by perpendicular axis theorem as, നമ്മൾ അതിനെ രണ്ടിനെയും എന്താണ് സെന്ററിലൂടെ പാസ് ചെയ്യുന്ന ഡയമീറ്ററിലൂടെ പാസ് ചെയ്യുന്ന പെർപെൻഡിക്കുലർ ആക്സിസ് ആയിട്ട് എടുക്കാം. അപ്പൊ അത് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് mr²/4. സോ mr²/4 പ്ലസ് mr²/4 ദാറ്റ് ഇസ് mr²/2. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ഈ ഡിസ്കിന്റെ ഇൻടു ദ പേജിലേക്ക് പോവുകയും ഈ സെന്ററിലൂടെ പാസ് ചെയ്യുന്ന ഈ ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ് ഇപ്പൊ mr²/2 ആയിട്ട് കിട്ടിയത്. അപ്പൊ നമുക്ക് വേണ്ട അതിന് പാരലൽ ആയിട്ടാണ് ഇത് പോകുന്നത്.
ഇതിന്റെയാണ് നമ്മളോട് ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത്. സോ ഇതിന് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഇതും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 6 ആണ്. സോ I പ്രൈം എന്ന് പറയുന്നത് എന്താണ്? mr² / 2 പ്ലസ് mr². ദിസ് ഇസ് അക്കോർഡിംഗ് ടു പാരലാക്സിസ് തിയറം. അപ്പൊ ഇവിടെ നമ്മൾ പാരലാക്സിസ് തിയറവും ഉപയോഗിച്ചു, പെർപെൻഡിക്കുലർ ആക്സിസ് തിയറും ഉപയോഗിച്ചിട്ടാണ് കണ്ടുപിടിച്ചത്. സോ ദിസ് ഇസ് 3/2 mr². ദിസ് ഇസ് 3/2 mr². ഓക്കെ, ഇനി അടുത്ത് നോക്കുക. Torques of equal magnitude are applied to hollow cylinder and a solid sphere. Equal magnitude torques നമ്മൾ hollow cylinder solid sphere അപ്ലൈ ചെയ്തു. Both having the same mass and radius. രണ്ടിനും ഒരേ മാസും ഒരേ റേഡിയസ് ആണ്. The cylinder is free to rotate about its standard axis of symmetry. അതിന്റെ സ്റ്റാൻഡേർഡ് ആക്സിസിലൂടെ അത് റൊട്ടേറ്റ് ചെയ്യുന്നു. And the sphere is free to rotate about an axis passing through center. അപ്പം ഈ രണ്ടിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമ്മളുടെ ടേബിളിൽ തന്നിട്ടുണ്ട്, ടെക്സ്റ്റ് ബുക്കിലെ ടേബിൾ. ഫ്രം ദാറ്റ് ടേബിൾ വി ക്യാൻ ഫൈൻഡ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ഹോളോ സിലിണ്ടർ which is rotating about the standard axis of symmetry, which is given in text il thannittund, that is mr². Okay, and moment of inertia of the sphere here rotating about an axis passing through center എന്ന് പറയുന്നത് 2/5 mr². and mass and radius എല്ലാം same ആണ്. Okay, so which of the two will acquire a greater angular speed after a given time? ഏതാണ് സ്പീഡ് കൂടുതൽ, കുറച്ച് നേരം കഴിയുമ്പോൾ സ്പീഡ് കൂടുതൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് മൊമെന്റ് ഓഫ് ഇനേർഷ്യ അറിയാം. മൊമെന്റ് ഓഫ് ഇനേർഷ്യയും നമുക്ക് ആംഗുലർ ആക്സിലറേഷനും ടോർക്കും തമ്മിലുള്ള റിലേഷൻ അറിയുന്നത് ടോർക്ക് ഇസ് ഈക്വൽ ടു I alpha എന്ന് നമുക്ക് റിലേഷൻ അറിയാം. സോ ലെറ്റ് ദിസ് ബി I1. ഇത് I1 ആണെന്ന് വിചാരിക്കാം. ആൻഡ് ഇതെന്ന് പറയുന്നത് I2 ആണെന്ന് വിചാരിക്കാം. സോ ഇതിന്റെ ടോർക്ക്, രണ്ടിന്റെ ടോർക്ക് ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. സോ ഇതിന്റെ ടോർക്ക് എന്താണ്? I1 α1. സോ അതിന്റെ ആംഗുലർ ആക്സിലറേഷൻ α1 ആയിട്ട് എടുക്കാം. ഇതിന്റെ ടോർക്ക് എന്ന് പറഞ്ഞാൽ I2 α2. ഇത് രണ്ടും ഈക്വൽ ആണെന്ന് ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ്. ദാറ്റ് മീൻസ് I1 α1 is equal to I2 α2. സോ യു സി, നമുക്ക് ഉള്ള ഇൻഫർമേഷൻ I1 I2 ഒക്കെ മാത്രമാണ്. നമുക്കൊന്ന് എന്താ പറയാ, α2/α1 എടുത്ത് നോക്കാം. α2/α1. ഈ α2 ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് പിന്നെ ഇവിടെ വരുന്നുണ്ട് I1/I2 വരും. സോ I1/I2 means I1 is mr² divided by I2 is 2/5 mr². That means ഈ 2/5 mr² കട്ട് ചെയ്യും. 2/5 മുകളിലേക്ക് വരുമ്പോൾ 5/2 ആവും, which is 2.5. Okay, 2.5 is greater than 1, right? So അത് greater than 1 ആവുക എന്ന് പറയുമ്പോൾ greater than 1 means that just means α2 is greater than α1 എന്നാണ് ഇതിന്റെ അർത്ഥം. greater than 1 വരിക എന്ന് പറയുമ്പോൾ ന്യൂമറേറ്റർ തന്നെയാണ് കൂടുതലായിട്ട് വരിക. α2 എന്ന് പറയുന്നത് ആംഗുലർ ആക്സിലറേഷൻ ഓഫ് സ്ഫിയർ. അത് ആംഗുലർ ആക്സിലറേഷൻ സ്ഫിയറിന്റെയാണ്. സോ ആംഗുലർ വെലോസിറ്റി എന്ന് പറയുന്നത് സ്ഫിയറിനായിരിക്കും കൂടുതൽ. ആക്സിലറേഷൻ ആർക്കാണോ കൂടുതൽ അയാൾക്കായിരിക്കും ഗ്രേറ്റർ സ്പീഡ്. സോ ആംഗുലർ സ്പീഡ് ഓഫ് സ്ഫിയർ ഇസ് ഗ്രേറ്റർ. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സി ദർ ഇസ് എ റിലേഷൻ ഒമേഗ ഇസ് ഈക്വൽ ടു ω0 പ്ലസ് α t. അപ്പം ആൽഫ കൂടുതലുള്ള ആൾക്കാർക്ക് ഒബ്വിയസ്ലി ആംഗുലർ സ്പീഡും കൂടുതലാക്കുക. ഓക്കെ, so these are the problems. Rest of the problems നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. So thank you.